മഴയായി കഴിഞ്ഞാൽ എത്ര പെട്ടെന്നല്ലേ കാട് കയറുന്നത്. കുഞ്ഞു കുഞ്ഞു കാടുകൾ പറിച്ച് കളയൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അങ്ങനെ കാട് പറിച്ച് വന്ന സമയത്ത് എനിക്കൊരു ഈന്തപ്പഴത്തിൻ്റെ തൈ കിട്ടി. ഞങ്ങളുടെ അത്തച്ചി, അതായത് ഞങ്ങളുടെ ഫാദർ, ഞങ്ങൾ ഈ കോട്ടയം പത്തനംതിട്ട സൈഡിലുള്ള മുസ്ലിങ്ങൾ, എൻ്റെ വീട് കോട്ടയമാണ്, എന്നെ കെട്ടിച്ചുകൊണ്ട് വന്നത് പത്തനംതിട്ട. അപ്പം ഞാനൊക്കെ അത്തച്ചി എന്നാണ് എൻ്റെ ഫാദറിനെ വിളിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പം എൻ്റെ അത്തച്ചിക്കൊക്കെ ഈ ചിപ്സിൻ്റെയും മിച്ചറിൻ്റെയും ഒക്കെ പ്രൊഡക്ഷനും സെയിലും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു കമ്പനി പോലൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഈന്തപ്പഴമൊക്കെ കുറേ ഏറെ കൊണ്ടുവന്നിട്ട് കുഞ്ഞു പാക്കറ്റിലാക്കി നമ്മൾ കടകളിൽ കൊടുക്കുമായിരുന്നു. അപ്പം എപ്പോഴും ഈന്തപ്പഴത്തിൻ്റെ കുരു കാണുമല്ലോ, അവിടെയൊക്കെ ഈന്തപ്പഴത്തിൻ്റെ കുരു ഈ കമ്പനിയുടെ സൈഡിലും വീടിൻ്റെ മുറ്റത്തും ഒക്കെ കാണും. അങ്ങനെ ഇത് തൈയായിട്ട് വരുമ്പോഴത്തേക്കിനും ഞങ്ങളിത് പറിച്ചെടുക്കും. ഇതങ്ങ് നല്ല പൊട്ടി മുളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ കുരു നല്ല സോഫ്റ്റ് ആകുവേ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട്, ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇതിനൊരു ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ നല്ല വെള്ള കളറിൽ ഫ്ലഷ് കാണും. നമ്മുടെ ഈ തെങ്ങിൻ്റെ പൊങ്ങില്ലേ, അതുപോലൊക്കെ തേക്ക് അതിൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. ഒരു ഇച്ചിരിയേ ഉള്ളൂ, അതിനകത്തൊരു തുള്ളി കാണും, അതിനൊരു നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊരു രസമല്ലേ. ഇതിനു വേണ്ടി ഞങ്ങൾ അടി ഉണ്ടാക്കുമായിരുന്നു, ഞങ്ങൾ മൂന്നും കൂടെ. അന്ന് തല്ലുണ്ടാക്കി കഴിച്ചാൽ ടേസ്റ്റ് ഒന്നും ഇപ്പം അതിന് കിട്ടിയില്ലെങ്കിലും ഞാനത് കണ്ടപ്പോൾ അതൊക്കെ ഓർത്തു. അതന്നെ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, കഴിക്കാനൊന്നും കിട്ടിയില്ല, ഇച്ചിരിയേ ഉള്ളായിരുന്നു. അതൊക്കെ ഒരു കാലം. പിന്നെ മുറ്റം മൊത്തം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കണ്ടമാനം വിശക്കാൻ തുടങ്ങിയേ. വിശപ്പ് തുടങ്ങിയപ്പം എൻ്റെ സെൽഫ് ലവ് അങ്ങ് പുറത്തു വന്നു. അങ്ങനെ അതും ഇതൊക്കെ കുറച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഫിലോഡെൻഡ്രോണെ നോക്കിയപ്പോൾ അതിങ്ങനെ ഒരു ഇല മാത്രം ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്തോ അത് അതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു പുഴു പോലെ എന്തോ. അങ്ങനെ അതൊക്കെ തുടച്ചു. ഇന്നലെ സിങ്കോണിയത്തിൻ്റെ ഞാൻ ഈ പ്ലാന്റിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മോശമായി പോകുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന്. അങ്ങനെ അതും കട്ട് ചെയ്തു. പിന്നെ ഞാൻ കട്ട് ചെയ്തത് ആ ഇലയുടെ തൊട്ട് താഴെ വെച്ച് തന്നെ ഞാനും കട്ട് ചെയ്ത് കളഞ്ഞു. ആ സ്റ്റെമ്മ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലേ. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ ഒരിലയ്ക്ക് അങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയില്ലാഞ്ഞിട്ടാണോ എന്ന് ഓർത്തിട്ട് ഞാൻ ബാക്കി എല്ലാ ഇലകളും ഒന്ന് തുടച്ച് എല്ലാവരും ഒന്ന് നോക്കി. ഇതെല്ലാം ഞാൻ പുതിയതായിട്ട് കൊണ്ടുവച്ചതാണ് വീട്ടിൽ നിന്ന്. ഒരുമിച്ച് കൊണ്ടുവെക്കാതെ പല പല ചട്ടികളിലായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇതിനകത്ത് ചിലതിൻ്റെ മാത്രം ചില ഇലകൾ തൊട്ട് അയൽവക്കത്തെ ചട്ടിയിലോട്ട് ചാഞ്ഞ് നിൽക്കുക. അവർക്കാണ് ശ്രദ്ധ കിട്ടാത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.